നമസ്കാരം. ശ്രീജാസ് ഫുഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കർക്കിടകം സ്പെഷ്യൽ മരുന്നുണ്ടയാണ്. ഇന്ന് കർക്കിടകം തുടങ്ങുന്ന ദിവസമാണല്ലോ. കർക്കിടകത്തിൽ ശരീര സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഔഷധക്കഞ്ഞിയും മരുന്നുണ്ടയും പോലുള്ള പരമ്പരാഗത വിഭവങ്ങൾ പല വീടുകളിലും തയ്യാറാക്കി കഴിക്കുന്ന പതിവുണ്ട്. അപ്പോൾ രുചികരവും പരമ്പരാഗതവുമായ ഈ മരുന്നുണ്ട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. മരുന്നുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 7 തരം പ്രധാനപ്പെട്ട മരുന്നുകൾ എടുത്തിട്ടുണ്ട്. 250 ഗ്രാം നവരി അരി. അപ്പൊ 250 ഗ്രാം നവരി അരിയുടെ കണക്കിലാണ് ബാക്കിയെല്ലാം എടുക്കുന്നത്. 50 ഗ്രാം അയമോദകം, 25 ഗ്രാം നല്ല ജീരകം, 50 ഗ്രാം ആശാളി, 25 ഗ്രാം കരിഞ്ജീരകം, 50 ഗ്രാം ഉലുവ, 100 ഗ്രാം എള്ള്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഈ മരുന്നൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഓരോ മരുന്നുകളും നമുക്ക് വറുത്തെടുക്കാം. ആദ്യം ഞവരി അരി വറുത്തെടുക്കാം. അതിനായിട്ട് ഗ്യാസ് അടുപ്പിൽ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞവരി അരിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഉദര രോഗങ്ങൾക്കും വാതരോഗങ്ങൾക്കും ബലക്ഷയം, ക്ഷീണം ഇതിനൊക്കെ നല്ലതാണ്. ഞവരി അരിയുടെ വെള്ളത്തിന് നനവൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അരി പൊട്ടി വരുന്ന ആ ഒരു സമയമാണ് കറക്റ്റ് പാകം. അതുവരെ നമുക്ക് വറുത്തെടുക്കണം. മരുന്നുണ്ട ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് നവരി അരി കിട്ടിയില്ലെങ്കിൽ മട്ട അരി ഉപയോഗിക്കാം. നവരി അരി റെഡിയായോന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് അരി എടുത്തിട്ട് ഒന്ന് കടിച്ചു നോക്കുക. നന്നായിട്ട് ഇങ്ങനെ പൊട്ടുന്നുണ്ടെങ്കിൽ പാകമായി എന്ന് മനസ്സിലാക്കാം. നവരി അരി നല്ല പോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് വറുത്തെടുക്കേണ്ടത് അയമോദകമാണ്. അയമോദകം കടായിലേക്ക് ഇട്ട് കൊടുക്കാം. അയമോദകം ഒന്ന് വറുത്തെടുക്കാം. ഇതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അയമോദകത്തിന് ധാരാളം ഗുണങ്ങളുണ്ട്. ദഹന പ്രശ്നങ്ങൾക്കും ഗ്യാസ്, അസിഡിറ്റി, ജലദോഷം വരാതിരിക്കാനും കുടവയർ കുറക്കാനും ത്വക്ക് രോഗങ്ങൾക്കും നല്ലതാണ്. അയമോദകത്തിന്റെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഇത് അയമോദകം ഇവിടെ വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് എള്ളാണ്. എള്ളിൽ ധാരാളം ഫൈബറും വൈറ്റമിൻസും കൊളസ്ട്രോളിനും ബ്ലഡ് ഷുഗറിനും എല്ലുകൾക്കും വളരെ നല്ലതാണ്. എള്ളും അവലും കൊണ്ടുള്ള റെസിപ്പി കഴിഞ്ഞ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കുക. എള്ളിൽ നിന്നും നല്ല പോലെ പുക വരാൻ തുടങ്ങിയിട്ടുണ്ട്. എള്ള് ഒരുപാട് അങ്ങോട്ട് വറുത്തെടുക്കണ്ട. അപ്പൊ എള്ളിന്റെ ആ ഒരു എണ്ണയൊക്കെ നഷ്ടപ്പെടും. ഇത് നമുക്ക് തണുക്കാനായിട്ട് നേരത്തെ മാറ്റി വെച്ചതിന്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയുടെ ഗുണം പ്രത്യേകിച്ച് പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. നടുവേദനയ്ക്കും പ്രഷർ, കൊളസ്ട്രോൾ, അമിതവണ്ണം, ഷുഗർ ഇതിനൊക്കെ നല്ലതാണ്. മാത്രമല്ല മുടി കൊഴിച്ചിലിനും താരം മാറാനും സ്കിന്നിനും വളരെ നല്ലതാണ്. ഉലുവ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 50 ഗ്രാം ആണ്. നിങ്ങൾക്ക് ഉലുവയുടെ അളവ് കൂട്ടണമെങ്കിൽ ഒരു 100 ഗ്രാം വരെ കൂട്ടാവുന്നതാണ്. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് എടുക്കാം. ഉലുവ ഇതാ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഉലുവയും നേരത്തെ വറുത്ത് വെച്ചതിന്റെ കൂടെ തണുക്കാനായിട്ട് മാറ്റാം. അടുത്തതായിട്ട് വറുത്തെടുക്കേണ്ടത് ആശാളിയാണ്. ആശാളി ഞാനിവിടെ 50 ഗ്രാം ആണ് എടുത്തിട്ടുള്ളത്. ആശാളി ഒന്ന് വറുത്തെടുക്കാം. മരുന്നുണ്ടയിൽ എടുത്തിട്ടുള്ള മറ്റുള്ള മരുന്നെല്ലാം നമുക്ക് കഴുകിയെടുക്കണം. എന്നാൽ ആശാളി കഴുകാൻ പാടില്ല. വെള്ളത്തിലിട്ടാൽ ഇത് പശയായിട്ട് മാറുകയാണ് ചെയ്യുക. പിന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കർക്കിടക മരുന്നിലൊക്കെ നമ്മൾ ഇത് ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷെ പലർക്കും അറിയാറില്ല ഇത് കഴുകാൻ പാടുണ്ടോ എന്നുള്ള കാര്യം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. വെള്ളത്തിലിട്ടാൽ ഇത് പശയായിട്ട് മാറുകയാണ് ചെയ്യാം. കർക്കിടക മാസത്തിൽ തയ്യാറാക്കിയ റെസിപ്പിയിൽ പലതിലും ആശാളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പലർക്കും ഉള്ളൊരു സംശയമാണ് എന്താണ് ആശാളി എന്ന്. മിക്ക ദിവസങ്ങളിലും കമന്റ്സ് വരാറുണ്ടായിരുന്നു. ആശാളി എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ റാഗി പോലെ ഇരിക്കും. ഒരുപാട് ഗുണങ്ങളുണ്ട്. രക്തം വർദ്ധിക്കാനും ആസ്തമയ്ക്കും കുടലിന്റെ ആരോഗ്യത്തിനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും സ്കിന്നിനും വളരെ നല്ലതാണ്. ആശാളി കഞ്ഞിയിലൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രസവരക്ഷാ മരുന്നിലും ചേർത്ത് കൊടുക്കാറുണ്ട്. ഇതൊക്കെ നമുക്ക് അങ്ങാടിക്കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മുടെ ആശാളി നല്ല പോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതും തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് വറുത്തെടുക്കേണ്ടത് നല്ല ജീരകമാണ്. നല്ല ജീരകം 25 ഗ്രാം ആണ് എടുത്തിട്ടുള്ളത്. ജീരകത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ധാരാളം ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ക്യാൻസറിനെ ചെറുക്കാനും ഹൃദ്രോഗവും പ്രഷറും വരാതിരിക്കാനും വയറിന്റെ ആരോഗ്യത്തിനും ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണ്.
നമ്മൾ വറുത്തെടുക്കുന്ന ഓരോ മരുന്നുകളും കരിഞ്ഞു പോകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ ആ മരുന്നുണ്ടിയുടെ രുചി അങ്ങോട്ട് മാറും. ജീരകം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നേരത്തെ മാറ്റി വെച്ചതിന്റെ കൂടെ തണുക്കാനായിട്ട് വെക്കാം. അടുത്തതായിട്ട് വറുത്തെടുക്കേണ്ടത് കരിഞ്ജീരകമാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ചേരുവയാണ് കരിഞ്ജീരകം. അതുകൊണ്ട് ഞാൻ തയ്യാറാക്കുന്ന മരുന്നുണ്ടെങ്കിൽ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാറുണ്ട്. ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിരിക്കുന്ന കരിഞ്ജീരകം രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ സഹായിക്കുന്നുണ്ട്. കരിഞ്ജീരകം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് വറുത്തെടുക്കേണ്ടത് ബദാം ആണ്. ബദാം ഞാനിവിടെ ഒരു 50 ഗ്രാം എടുത്തിട്ടുണ്ട്. ബദാമിന്റെ കൂടെ ഞാൻ ഒരു കഷ്ണം ചുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുക്ക് ബദാമിന്റെ കൂടെ ഒന്ന് വറുത്തെടുക്കാം. ബദാമിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആരോഗ്യകരമായ കൊഴുപ്പിന്റെയും പ്രോട്ടീനിന്റെയും ഉറവിടം തന്നെയാണ് ബദാം. കാൽസ്യം, അയൺ, പൊട്ടാസ്യം, മഗ്നീഷ്യം, വൈറ്റമിൻ ഇ, പ്രോട്ടീൻ തുടങ്ങിയവ ധാരാളം ബദാമിൽ അടങ്ങിയിട്ടുണ്ട്. നിങ്ങളടുത്ത് ചുക്കില്ലെങ്കിൽ ചുക്ക് പൊടിയാണെങ്കിൽ അവസാനം മിക്സ് ചെയ്യുന്ന സമയത്ത് ചുക്ക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബദാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബദാമും നേരത്തെ വറുത്ത് വെച്ച മരുന്നിന്റെ കൂടെ തണുക്കാനായിട്ട് വെക്കാം. തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്ന ശേഷം 1.5 കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 8 ഏലക്ക തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഏലക്ക ചേർത്ത് കൊടുക്കുമ്പോൾ തൊലി കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. തേങ്ങ ഇതുപോലെ വറക്കാതെ ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കുന്ന മരുന്നുണ്ടി ആകുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ കേടുവരാൻ തുടങ്ങും. അപ്പൊ ഇങ്ങനെയാകുമ്പോൾ 1 മാസം വരെ കേടൊന്നും വരാതിരിക്കും മരുന്നുണ്ടക്ക്. അപ്പൊ നെയ്യിലിട്ടിട്ട് ഒന്ന് തേങ്ങ വറുത്തെടുത്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. തേങ്ങയുടെ വെള്ളത്തിന്റെ അംശമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ട് ചെറുതായിട്ടൊരു കളർ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. ഇനി തേങ്ങ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റാം. മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. കരിപ്പെട്ടി ചക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 400 ഗ്രാം ആണ്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഉരുക്കിയെടുക്കാം. ഷുഗർ ഒക്കെ ഉള്ളവരാണെങ്കിൽ 400 ഗ്രാമിന് പകരം 200 ഗ്രാം കരിപ്പെട്ടി എടുത്താൽ മതി. കരിപ്പെട്ടി ചക്കര ഇവിടെ നല്ല പോലെ തന്നെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മരുന്നുകളെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. നേരത്തെ വറുത്ത് വെച്ച അരിയും മറ്റു മരുന്നുകളും നല്ല പോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇതൊരു 3 തവണയായിട്ട് പൊടിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും കേട്ടോ. ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രം എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കണം. കാരണം നമ്മൾ ഇതെല്ലാം കൂടി കുഴച്ചെടുക്കേണ്ടതാണ്. അപ്പൊ ആ സൗകര്യം നോക്കിയിട്ട് വേണം പാത്രത്തിന്റെ അളവ് നോക്കാൻ. വീണ്ടും നമുക്ക് ജാറിലേക്ക് വറുത്ത് വെച്ച മരുന്നുകൾ ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഇട്ടിട്ട് പൊടിച്ചെടുക്കരുത്. അപ്പൊ പൊടിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാകും. രണ്ടാമത് പൊടിച്ചെടുത്ത മരുന്നും ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള മരുന്നും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം. മരുന്ന് പൊടിച്ചെടുത്ത് അതേ ജാറിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം. തേങ്ങ പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അരിഞ്ഞു പോകരുത്. പൾസിലിട്ട് 2-3 തവണയായിട്ടൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. ചേർത്ത് കൊടുക്കാം തേങ്ങ. ഇനി നമുക്ക് തേങ്ങയും മരുന്നൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ചേർത്തിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ചെറിയ ചൂടോടെ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. തീരെ ചൂടില്ലാതെ ആവരുത്. അതുപോലെ തന്നെ നല്ല ചൂടോടെ ഒഴിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്യലും കുഴക്കലും ഉരുട്ടിയെടുക്കലെല്ലാം സ്പീഡ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോവും. പിന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. ശർക്കരപ്പാനി മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മരുന്നിന്റെ മിക്സ് നല്ല പോലെ തന്നെ കൈ വെച്ച് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഉരുളയാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഉരുളയാക്കുന്നതിന് മുന്നേ കയ്യിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കണം. നെയ്യ് തടവി കൊടുത്ത ശേഷം നമുക്ക് എത്രയാണോ ഉണ്ടയുടെ വലിപ്പം അതനുസരിച്ചിട്ട് നമുക്ക് ഉരുളയാക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. മരുന്നുണ്ട് ഇതാ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉരുളയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് അളവും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പത്തിലുള്ള മരുന്നുണ്ട് അല്ലെ. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. മരുന്നുണ്ട് എല്ലാം തന്നെ ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ചെറിയൊരു ഉരുളിയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്.
നമ്മുടെ ശരീരത്തിന് ബലം കിട്ടാനും പ്രതിരോധ ശേഷി വർദ്ധിക്കാനും നടുവേദനക്കും അമിതവണ്ണം കുറയാനും വളരെ നല്ലതാണ് ഈ മരുന്നുണ്ട കഴിച്ചാല്. ഈ അളവിന് എനിക്ക് മരുന്നുണ്ട 24 എണ്ണാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു മരുന്നുണ്ട നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കർക്കിടക മാസത്തിൽ ഉണ്ടാക്കി കഴിച്ചു നോക്കുക. മരുന്നുണ്ട കഴിക്കേണ്ട രീതി: രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരെണ്ണം കഴിക്കാം, അതല്ലെങ്കിൽ വൈകുന്നേരം ചായ കുടിക്കുന്ന ആ ഒരു ടൈമിനും കഴിക്കാം. ഇതുപോലുള്ള ഡിഷൊന്നും രാത്രി കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഇതാ ഞാൻ ഈ ഒരു ഉണ്ട നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം, എത്രത്തോളം ഉണ്ട സോഫ്റ്റ് ആണെന്ന് നോക്കാം. ഉണ്ട പൊട്ടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ ഇതാ ഇന്നത്തെ മരുന്നുണ്ടയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓൾ എന്ന ഓപ്ഷനും കൂടി വരും, അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.